ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ സ്റ്റിച്ച് ചെയ്ത കുറച്ച് കിഡ്സ് ഫ്രോക്കുകളും അതിൻ്റെ മോഡൽസിനെ കുറിച്ചും പിന്നെ ഞാൻ അതിന് വാങ്ങിയ റേറ്റുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷോപ്പിൽ വാങ്ങുന്ന റേറ്റ് വാങ്ങിക്കാൻ പറ്റില്ല. ആദ്യമൊക്കെ എനിക്ക് റേറ്റുകളെക്കുറിച്ചൊന്നും വലിയ ധാരണകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് റേറ്റ് വാങ്ങുന്നതെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഫ്രണ്ടിന് ഷോപ്പുണ്ട്. അപ്പോൾ അവളുടെ ഷോപ്പിൽ വാങ്ങുന്ന റേറ്റ് എനിക്ക് പറഞ്ഞു തരും. അപ്പോൾ ഞാൻ അതിൽ നിന്നും കുറച്ച് ഒരു 100 രൂപ കുറച്ചിട്ടാണ് എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വഴിയേ പറയാം. ഫസ്റ്റ് വൺ ഈ ഒരു ഹക്കോബയുടെ ഒരു ക്രോപ്പ് ടോപ്പാണ്. കോട്ടൻ്റെ ലൈനിങ് വെച്ചിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ബാക്കിൽ ഇങ്ങനെ പ്രസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പീറ്റർ പാൻ കോളറിൽ ചെറിയൊരു ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടാണ് ഇതിൻ്റെ നെക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ മെഷീൻ എംബ്രോയ്ഡറി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഫ്ലവറും 2 ലീവ്സുമായിട്ട് ചെറിയൊരു എംബ്രോയ്ഡറി വർക്കും കൂടി കൊടുത്തിട്ടുണ്ട്. 6 വയസ്സുള്ള ഒരു മോളുടെ അളവിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കസ്റ്റമറിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കൊറിയൻ വൈബുള്ള ഡ്രസ്സ് പോലെ തോന്നി. പിന്നെ അതിന് മാച്ചായിട്ട് അതിന് സെറ്റായിട്ട് വരുന്ന ഈ ഒരു ഓവർലാപ്പിംഗ് സ്കേർട്ടാണ്. അതിനും താഴെ ഞാൻ ഇങ്ങനെ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇലാസ്റ്റിക് കൊടുത്തിട്ട് ഒരു മിനി സ്കേർട്ടാണ് കസ്റ്റമർ ചെയ്യാൻ പറഞ്ഞിരുന്നത്. ഈ ലേസും മെറ്റീരിയൽസും ലൈനിങ്ങും എല്ലാം കസ്റ്റമർ തന്നെയാണ് എടുത്ത് തന്നിരുന്നത്. അപ്പോൾ ഈ ഒരു സ്കേർട്ടിനും ഈ ഒരു ടോപ്പിനും കൂടി ഞാൻ വാങ്ങിയ റേറ്റ് 550 ആണ്. ഞാനൊരു സിറ്റി ഏരിയയിലാണ് താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ വില്ലേജ് ഏരിയാസിൽ ഈ റേറ്റ് മാറും. അപ്പോൾ ഞാൻ ഈ 550 ആണ്. 250 സ്കേർട്ടിനും 300 ഈ ടോപ്പിനുമാണ് വാങ്ങിച്ചത്. പീറ്റർ പാൻ കോളർ പിന്നെ മെഷീൻ എംബ്രോയ്ഡറി അങ്ങനെയൊക്കെ വന്നുകൊണ്ടാണ് 300 ഞാൻ വാങ്ങിയത് കേട്ടോ. അടുത്തത് ഇങ്ങനെ സ്ട്രാപ്പ് വരുന്ന സ്ലിറ്റഡ് ആയിട്ടുള്ള ഷോർട്ട് കുർത്തിയാണ്. ലൈനിങ് വെച്ചിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ബ്രൊക്കേഡ് പോലൊരു ഫാബ്രിക് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഒരു ചെറിയൊരു ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട്. ഒരു ഓപ്പണിംഗ് വന്നിട്ട് ഡോറിയൊക്കെ കൊടുത്തിട്ട് ലട്കൻ ഒക്കെ വെച്ചിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് വാങ്ങിച്ചേക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 രൂപയാണ്. കാരണം ഈ ലട്കനും ഡോറിയൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു ബാക്കിൽ ഡിസൈൻ വന്നുകൊണ്ടാണ്. പിന്നെ സ്ട്രാപ്പ് അങ്ങനത്തെയൊക്കെ ഒരു ഇത് വെച്ചിട്ടാണ് ആ ഒരു റേറ്റ് പറഞ്ഞത്. പിന്നെ പട്ടിയാല പാൻറ്റാണ് ഇതിൻ്റെ ഇതായിട്ട് സെറ്റായിട്ട് ചെയ്തിരിക്കുന്നത്. ഈ പാൻറ്റിന് ഞാൻ വാങ്ങിച്ചത് 280 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറയുന്ന റേറ്റുകളൊക്കെ നിങ്ങൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതാണോ വാങ്ങിക്കുന്നത്, അതോ ഇതിൽ കുറവാണോ, അതോ കൂടുതലാണോ വാങ്ങിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇതിൻ്റെ ഫോട്ടോസും എല്ലാം കിട്ടുവാണെങ്കിൽ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതെല്ലാം ഒരു കസ്റ്റമറുടെ തന്നെയാണ്. ഞാൻ വീഡിയോയിൽ എടുക്കാത്ത കുറച്ച് ചില ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. ആ ഡ്രസ്സുകളുടെ ഫോട്ടോസ് കിട്ടുവാണെങ്കിൽ ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. റേറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ചില കസ്റ്റമേഴ്സിനൊക്കെ നമ്മൾ റേറ്റ് പറയുമ്പോൾ തരാൻ ഇത്തിരി മടി പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഇന്ന വർക്കൊക്കെ ചെയ്തുകൊണ്ട് ഇത്ര ആയി എന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്താലും അവർക്ക് തരാൻ കുറച്ച് മടി പോലെ തോന്നിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഓക്കെ നന്നായി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് പോവും. പിന്നെ നമ്മൾ പേയ്മെൻറ്റ് ചോദിക്കുമ്പോൾ ഓരോരോ കുറ്റങ്ങൾ പറയാറുണ്ട്. കുറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് ഫിറ്റിങ് ഇപ്പോൾ ഇത്തിരി ലൂസാണെങ്കിൽ ഫിറ്റിങ് ശരിയല്ല എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ഫിറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഫിറ്റാണ്, ഇപ്പോൾ കയറി പോകാൻ ഇച്ചിരി പാടാണ്. അങ്ങനെയൊക്കെ ഓരോ എക്സ്ക്യൂസുകൾ പറയാറുണ്ട്. അങ്ങനെ ഒരുപാട് പ്രാവശ്യം റേറ്റ് കുറച്ച് കൊടുക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഈ ഒരു ചെറിയൊരു ട്രഡീഷണൽ ഫ്രോക്കാണ്. ഇതൊരു സാരിയിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്തത്. ഇതൊരു 3 വയസ്സുള്ള ഒരു മോൾക്കായിരുന്നു. സിമ്പിളായിട്ടുള്ളൊരു പ്ലീറ്റഡ് ആയിട്ടുള്ളൊരു ഫ്രോക്കാണ്. വേസ്റ്റ് ലൈനിലൊരു ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ഒരു ചെറിയൊരു ഓപ്പണിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ബട്ടനാണ് ലൂപ്പ് വെച്ചിട്ട്, ക്ലോത്തിൻ്റെ ലൂപ്പ് കൊടുത്തിട്ട് ബട്ടനാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് തന്നെ പട്ടുപാവാടയും ബ്ലൗസും ഉണ്ടായിരുന്നു മൂത്ത ആൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടു. അർജൻറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തുകൊണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 350 ആണ് ഈ ഒരു ഫ്രോക്കിന് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. പിന്നെ പട്ട് പാവാടയ്ക്ക് ഞാൻ 450 ആണ് വാങ്ങിച്ചത്. ടോപ്പിന് 280 ആയിരുന്നു. ആ ടോപ്പിന് ഒരു ബാക്കിലൊരു ട്രയാങ്കിൾ ഓപ്പണിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ കിട്ടുവാണെങ്കിൽ ലാസ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു മോഡൽ ഫ്രോക്കാണ്. സ്ട്രാപ്പ് വന്നിട്ട് ഫ്ലട്ടർ സ്ലീവ്സ് കൊടുത്തേക്കുന്ന ഒരു മോഡലായിരുന്നേ. ബാക്കിൽ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. ഒരു ബട്ടൺ പ്ലാക്കറ്റാണ് കൊടുത്തേക്കുന്നത്. പുറകിൽ ഷേപ്പായി കെട്ടാൻ വേണ്ടിയിട്ട് 2 വള്ളിയും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ സിമ്പിളായിട്ട് കാഷ്വലായിട്ട് ഇടാൻ പറ്റുന്ന ഫ്രോക്കുകളാണ്. നെറ്റാണ് കൊടുത്തേക്കുന്നത്. ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് വെച്ചേക്കുന്നത്. 2 പേർക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഡിസൈനും മോഡലൊക്കെ കസ്റ്റമർ തന്നെ പറഞ്ഞിട്ട് അതനുസരിച്ചാണ് ഞാൻ ചെയ്തത്.
പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്കും ചെയ്യണേ. ഇതാണ് നെക്സ്റ്റ് ഫ്രോക്ക് ചെറിയ ആൾക്കുള്ളത്. അപ്പോൾ ഈ 2 ഫ്രോക്കിനും കൂടി ഞാൻ 400 വെച്ചിട്ടാണ് വാങ്ങിച്ചത്. ഈ ഒരു മോഡലും പാറ്റേണും കാരണം ആണ് ഈ ഒരു റേറ്റ് വന്നത് കേട്ടോ. ഈ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ മെറ്റീരിയലിൻ്റെ കോസ്റ്റ്, പിന്നെ മെറ്റീരിയൽ എടുക്കാൻ പോകുന്നതിൻ്റെ കോസ്റ്റ്, പിന്നെ നമ്മുടെ ടൈമും എഫേർട്ടും, പിന്നെ ആ ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, സമയം, അതൊക്കെ നോക്കിയിട്ടാണല്ലോ. പിന്നെ എൻ്റെ കേസിൽ മെറ്റീരിയൽ എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, കസ്റ്റമർ തന്നെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാക്കിയുള്ള അതായത് ടൈം, പിന്നെ ആ ഒരു പാറ്റേണിൻ്റെ മേക്കിങ്ങിൻ്റെ ചാർജ്, കൂലി, അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു റേറ്റ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫോട്ടോസൊക്കെ കസ്റ്റമർ അയച്ചു തന്നത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കസ്റ്റമറുടെ അമ്മയുടെ പഴയൊരു സാരിയാണെന്നാണ് പറഞ്ഞത്. ആകെ ഒരു ഇതായിട്ടുള്ള തുണിയായിരുന്നു, എന്നാലും ബാക്കിൽ ഞാനിങ്ങനെ ഇതുപോലെ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. കസ്റ്റമർ പറഞ്ഞ ഡിസൈൻ തന്നെയാണ്. ഇതുപോലെ കെട്ടൊക്കെ കൊടുത്തിട്ട് ഒരു ഓപ്പണിങ് വന്നിട്ട് ഇലാസ്റ്റിക്കൊക്കെ കൊടുത്തിട്ടുള്ള ഒരു മോഡലാണ്. അത് പിൻട്രസ്റ്റിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ താഴത്തേക്ക് ഇങ്ങനെ വർക്ക് വരുന്ന പോലെയാണ് വന്നേക്കുന്നത്. അപ്പം യോക്കിലൊട്ടും വർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നി. പക്ഷേ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്ട്രാ ചാർജ് ആവുമല്ലോ. പിന്നെ ഞാനത് അങ്ങനെ പറഞ്ഞില്ല. അപ്പോൾ കസ്റ്റമർ ഇങ്ങനെ ചെയ്യാനാണ് പറഞ്ഞപ്പോൾ അതേപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 എണ്ണം ഇതുപോലെ ചെയ്തിട്ടുണ്ട്. 6 വയസ്സുള്ള കുട്ടിക്കും 3 വയസ്സുള്ള കുട്ടിക്കും ഇതുപോലെ സെയിം മോഡലാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഞാൻ വാങ്ങിച്ച റേറ്റ് എന്ന് പറയുന്നത്, ചെറിയ ആളുടെ സൈസിന് 450, വലിയ ആളുടെ സൈസിന് 500 ആണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ഈ ഒരു മോഡലാണ്, എ ലൈൻ ഫ്രോക്കാണ്. ചെസ്റ്റ് പോർഷനിൽ ഇതുപോലൊരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ ലേസും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഒരു പിങ്ക് സ്ട്രൈപ്സ് ഉള്ളൊരു ഫാബ്രിക്കാണ്, സീർസക്കർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. നല്ലൊരു ഫാബ്രിക്കായിരുന്നു. ബാക്കിൽ ഇതുപോലെ ടൈ കൊടുത്തിട്ടുണ്ട്, പിന്നെ ബട്ടൺ പ്ലാക്കറ്റാണ് കൊടുത്തേക്കുന്നത്. ഫ്രോക്കിൻ്റെ താഴത്തായിട്ട് ഇതുപോലെ തന്നെ ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രോക്കിന് ഞാൻ വാങ്ങിച്ചത് 500 ആണ് റേറ്റ്. ലൈനിങ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ ഫോട്ടോസ് ലാസ്റ്റ് കൊടുത്തിരിക്കുന്നതിൽ ഫസ്റ്റ് ഫ്രോക്കിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു ഹാൾട്ടറിനേക്ക് വന്നിട്ട് ഹാഫ് സർക്കുലർ വരുന്നൊരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ മൊഡാൽ സിൽക്കിലാണ് യോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡ്രസ്സിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ റേറ്റ് ഞാൻ വാങ്ങിച്ചത് 2 പേർക്കും കൂടിയിട്ട് 850 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോട്ടോസും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.